ഹലോ ഓൾ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബനാന ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെയാണ് അത് ഓവൻ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ, 1 കപ്പ് ഹോൾ വീറ്റ് ഫ്ലവർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സിനമൺ പൗഡർ, 3 നല്ലപോലെ പഴുത്ത പഴം മാഷ് ചെയ്തത്, 2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്ട്, 1/3 കപ്പ് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് എണ്ണ, 2 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. മൈദ, ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, സിനമൺ പൗഡർ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് പഴം മാഷ് ചെയ്യാനായിട്ട്. പഴത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പിന്നെ നമ്മുടെ മഞ്ഞ കളറിലെ റോബസ്റ്റ പഴമില്ലേ, അതാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. മറ്റേ എന്തുവാ പൂവമ്പഴം അങ്ങനെയുള്ള പഴമൊന്നും അല്ല ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആ മഞ്ഞ കളറിലെ റോബസ്റ്റ പഴമാണേ. എന്നിട്ട് ഈ പഴം നല്ലപോലെ മാഷ് ചെയ്തിട്ട് വെനില എക്സ്ട്രാക്റ്റ് ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബ്രൗൺ ഷുഗർ ഇട്ട് നല്ലപോലെ, ഈ ഷുഗർ നല്ലപോലെ അലിഞ്ഞു വരത്തില്ലേ, വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ 2 സ്പൂണോ ഫോർക്കോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എണ്ണ അതിനകത്തൊട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ പ്രത്യേകം നല്ലപോലെ ബീറ്റ് ചെയ്ത് ആ മുട്ടയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. 2 കാര്യം, ബ്രൗൺ ഷുഗർ യൂസ് ചെയ്യുന്ന ഈ കളറിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഓയിൽ യൂസ് ചെയ്ത് ഞാൻ കനോള ഓയിലാണ് യൂസ് ചെയ്തത്. എന്ത് ഫ്ലേവർ ഇല്ലാത്ത വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇതിനകത്തോട്ട് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിരുന്നത് ഇച്ചിരി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു ലോഫ് പാൻ എടുത്തിട്ട് നല്ലപോലെ ഗ്രീസ് ചെയ്യണം. കുക്കിംഗ് സ്പ്രേയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ വെച്ച് നല്ലപോലെ ഗ്രീസ് ചെയ്താൽ മതി. അതിനകത്തേക്ക് ഈ മിക്സ് ചെയ്തേക്കുന്ന ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നിരപ്പാക്കി കൊടുക്കണം. ഈ ലോഫ് പാൻ്റെ ഒക്കെ സൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ, ഞാൻ യൂസ് ചെയ്തേക്കുന്നതിൻ്റെ. എന്നിട്ട് സ്റ്റീമറിലോ ഇഡ്ഡലി പോട്ടിലോ അങ്ങനെ വെച്ച് 35 മിനിറ്റ്സ് ബിറ്റ്വീൻ ലോ ആൻഡ് മീഡിയം ഹീറ്റിൽ ആണ് സ്റ്റീം ചെയ്യേണ്ടത്. 35 മിനിറ്റ്സ് കേട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. 35 മിനിറ്റ് ഞാൻ സ്റ്റീം ചെയ്തുള്ളൂ. ഇതുപോലെ നമ്മൾ കത്തിയോ ടൂത്ത് പിക്കോ എന്തെങ്കിലും ഇട്ട് നോക്കി നല്ല ക്ലീനായിട്ട് ഇറങ്ങി വരണം. അങ്ങനെയാണ് അതിൻ്റെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് പറയണേ.